ഹലോ, ഇന്നൊരു സെയിൽ വീഡിയോ ആണ്. ബോഗൻവില്ലേൻ്റെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ടിഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് സപ്പോർട്ട് നന്ന കുറവാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ചെടികൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് പിങ്ക് പൂവുണ്ടാവുന്ന ഹൈബ്രിഡ് ബോഗൻവില്ലയാണ് കേട്ടോ. ഇത് 2-3 വർഷം പഴക്കമുള്ള തൈയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം കേട്ടോ. ഇതിൽ 1, 2, 3, 4 സ്റ്റമ്മോളുണ്ട്. 150 രൂപയ്ക്ക് ഞാൻ ഈ ചെടി നൽകിയ വെൽ റൂട്ടഡാണ്. പിങ്ക് കളറ് പോകാൻ 2-3 പ്രാവശ്യം ഈ വട്ടം ഉണ്ടായിട്ടോ. ഇതിൻ്റെ വലിയ ചെടി വേണമെങ്കിൽ അതും ഉണ്ട്, കുറച്ചുകൂടെ വലിയ ചെടി വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അതും നമുക്ക് കുറച്ച് നല്ല വലിപ്പമുള്ളതുണ്ട്. വലിപ്പം പടർന്നുണ്ടായത്. അതിൻ്റെ കടഭാഗം നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. അത് വേണ്ടവർ പറഞ്ഞാൽ മതി. ഞാൻ വീഡിയോയിൽ അതിൻ്റെ പിക്ചർ ഇട്ടില്ല കേട്ടോ. ഇത് തീരെ മുള്ളില്ല. ഈ ബോഗൻവില്ലയ്ക്ക് നിറയെ പൂവുണ്ടാവും. ഇന്ന് ഈ വർഷം ഞാൻ സെയിൽ ചെയ്യാൻ വൈകിയുണ്ട് ബോഗൻവില്ലേൻ്റെ. ഇത് റെഡും മജന്ത കളറും കൂടി കലർന്ന ഹൈബ്രിഡ് ബോഗൻവില്ലയാണ്. അതിൽ വെള്ളം, അതിൻ്റെ നടുക്കുള്ള പൂ വിരിഞ്ഞില്ല കേട്ടോ. വലിയ ചെടിയാണ് ഇത്. ഒരു 4-5 സ്റ്റമ്മൊക്കെ വന്നിട്ട് കണ്ടില്ലേ. 5-6 സ്റ്റമ്മൊക്കെ വന്ന് പടർന്ന് ഉണ്ടായിൻ്റെ. 100 രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ. റെഡും മജന്തയും കൂടാണ്. നിങ്ങൾ സാധാ കാണുന്ന കളറല്ലേ, ഓർഡിനറി മജന്ത അല്ല കേട്ടോ. ഇത് ഞാൻ ആദ്യം കാണിച്ച വയലറ്റ് ചെടീൻ്റെ വയലറ്റ് പിങ്ക് കളറ് ബോഗൻവില്ല കാണിച്ച അതിൻ്റെ ചെറിയ തൈയാണ്. 60 രൂപയ്ക്ക് ഈ റൂട്ട് വന്ന തൈയാണ്. 60 രൂപയ്ക്ക് ഈ തൈ നൽകേ. ഇത് എൻ്റെ കയ്യിലുള്ള മഞ്ഞ ബോഗൻവില്ലയാണ്. 100 രൂപയ്ക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ നൽകും കേട്ടോ. ഇത് നന്നായി സ്റ്റമ്മുകളൊക്കെ വന്ന് പടർന്നുണ്ടായതാണ്. ഒരു 1-2 വർഷം പഴക്കം ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നിലത്ത് വെക്കുമ്പോഴാണ് വലിയ മരമായി മാറുക കേട്ടോ. ഇത് നമ്മൾ ഈ പോട്ടിലും കവറിലൊക്കെ വെക്കുമ്പം പെട്ടെന്ന് വലുതാവില്ല, നിറയെ പൂ ഉണ്ടാവും കേട്ടോ. ആ മഞ്ഞേൻ്റെ ചെറിയ തൈയാണ് ഇത്. പൂട്ട് വരുന്നുണ്ട്. അതിന് 80 രൂപയുള്ളൂ കേട്ടോ. പൂട്ട് വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള തൈയാണ് കേട്ടോ. വെൽ റൂട്ടഡാണ്. നല്ല റൂട്ട് വന്ന വലിയ തൈയാണ് കേട്ടോ. 80 രൂപയ്ക്ക് നൽകിയ ഈ തൈ. ഇത് ചില്ലി ഐസ്ക്രീമാണ്. ഇതിൽ പിങ്ക് ഷെയ്ഡ് നിറയെ വരും കേട്ടോ. ഇതും വലിയ തൈയാണ്. കണ്ടില്ല, വലിയ തൈയാട്ടോ. ഒരു 3-4 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ തൈക്ക്. കടഭാഗമൊക്കെ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട്. 150 രൂപയ്ക്ക് ഞാൻ ഇത് നൽകേ. അതിൽ നിറയെ പിങ്ക് ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആ നടുക്കുള്ള പൂവും കൂടെ വിരിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ആയിട്ട് ചെടി സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലക്കി ബാമ്പുവിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ്. ഓരോരോ തൈക്കും 15 രൂപയുള്ളൂ കേട്ടോ. കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഓരോരുത്തർക്ക് എത്ര തൈകൾ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. തൈ ഉണ്ട്. പിന്നെ കട്ടിങ്സ് വേണമെങ്കിലും ധാരാളം ഉണ്ട്. ഇതൊരു അഗ്ലോണിയമാണ്. ഈ അഗ്ലോണിയമേൻ്റെ 30 രൂപ മുതൽ ഇതിൻ്റെ തൈകൾ ലഭിക്കും കേട്ടോ. 30 രൂപേൻ്റെ തൈക്ക് ഒരു 2 ലീഫൊക്കെ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബുഷിയായി വേണ്ടവർക്ക് ബുഷിയായിട്ട് നൽകും.
പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വലിയ ചെടികൾ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ. അതിൻ്റെ മേലോട്ടുള്ള രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ചെടി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിക്ചർ ഇട്ടിരുന്നുണ്ട്. ഇത് എൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ്, ഹൈബ്രിഡാണ്. നല്ലൊരു വയലറ്റ് കേട്ടോ, മിനിയേച്ചർ. ഇതിൻ്റെ ഓരോരോ ഹെൽത്തി അല്ല വലിയ തൈകൾക്ക് 50 രൂപയുള്ളൂ കേട്ടോ. ഹെൽത്തി അല്ല തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുക. ഇപ്പം വയലറ്റും വെള്ളയും മാത്രമേ പൂവിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ തൈകളുണ്ട്. ഓരോരോ തൈക്കും 50 രൂപയാണ്. ഇതിങ്ങനെ കൂട്ടം കൂടി നിന്ന് വിടർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ സെയിലിന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളയാണ്, വെള്ളയും ഒരു ഉജാലേൻ്റെ കളറ് കൂടി ഒരു വെള്ള കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈക്ക് 50 രൂപയാണ്. ഇത് എൻ്റെ അടുത്ത് 4 ടൈപ്പ് എപ്പീഷ്യ ഉണ്ട് കേട്ടോ. എപ്പീഷ്യൻ്റെ ഓരോരോ റൂട്ട് വന്ന കട്ടിങ്സിനും 10 രൂപയുള്ളൂ കേട്ടോ. റൂട്ട് വന്ന തൈ തന്നെയായിരിക്കും. അങ്ങനത്തെ കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. 3 എണ്ണത്തിൽ റെഡ് പൂ ഉണ്ടാവുന്നു, 1 പിങ്ക് പൂ ഉണ്ടാവുന്നതാണ്. എപ്പീഷ്യൻ്റെ എപ്പോഴും നമ്മൾ നോക്കുക ലീഫാണ്. പിന്നെ ഈ മുറുകുട്ടീൻ്റെ കട്ടിങ്സ് വേണ്ടവരും പറഞ്ഞോളൂ കേട്ടോ. കട്ടിങ്സിന് 10 രൂപയല്ലേ. അതും നല്ല ഭംഗിയാട്ടോ. ബുഷായി വളർത്തി കഴിഞ്ഞാൽ അതിലൊരു ചെറിയ വെള്ളപ്പൂ ഉണ്ടാവും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാൻ. എപ്പീഷ്യ നമുക്ക് പോട്ടിലും വളർത്താം, ഹാങ്ങിങ് ആയിട്ട് വളർത്താം. ഇങ്ങനെ എവിടെയെങ്കിലും ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വളർത്താം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ പോട്ടിലും വളർത്തിയിട്ടുണ്ട്, അല്ലാണ്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടിഷ്ടമായി